കർത്താവായ ക്രിസ്തുയേശുവിന്റെ നാമത്തിന് എല്ലാവർക്കും സ്നേഹം. പതിവ് പോലുള്ള നമ്മുടെ ഈ കൂട്ടായ്മയില് ഇന്നും സന്ധ്യാസമയത്ത് ദൈവമക്കളാകുന്ന ദൈവദാസന്മാരാകുന്ന നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ഒരവസരവും കൂടെ ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രകൃതി എല്ലാവർക്കും അനുകൂലമല്ല എന്ന് നമ്മൾ പറയുന്ന ഒരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇന്ന് ഈ മീറ്റിങ്ങിന് കൂടാനും എനിക്ക് അവസരം കിട്ടിയത് പ്രകൃതി ഇങ്ങനെ മഴയുടെ ഒരു പ്രശ്നമുള്ള വേറൊരു പ്രോഗ്രാമിൽ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അതൊന്ന് ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിനും പങ്കെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ വായിച്ച് ധ്യാനിച്ച ഒരു ഭാഗം, ആ ചിന്ത ഇന്ന് നമുക്ക് ഒന്നിച്ച് പങ്കുവെക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെക്കാളും ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ എൻ്റെ മുമ്പില് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് എനിക്ക് വ്യക്തമായി അറിയാം. പുതിയ എന്തെങ്കിലും ചിന്തകൾ തന്ന് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ച് കർത്താവിന്റെ വരവിനായി നമ്മളെ ഒന്ന് ഒരുക്കുവാൻ ഈ നിമിഷങ്ങളെ ഉപയോഗിക്കണമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രാരംഭമായി നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 37-ാം വാക്യം. ആരെങ്കിലും ഒരാള് വായിച്ച് സഹായിക്കുന്നത് നന്നായി. മർക്കോസ് 13:37. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. താങ്ക് യു. പ്രാർത്ഥിക്കാം ഒരു വാക്കുകൂടി. കരുണയുള്ള ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആരും പരസ്പരം കാണുന്നില്ലപ്പ, എന്നാൽ ഞങ്ങളെ കാണുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവ സാന്നിധ്യ ബോധത്തോടെ, ഏകാഗ്രതയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി, കർത്താവെ വളരെ ഗൗരവത്തോടുകൂടി അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാൻ ഒരാഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചിന്തകളെ ലോകത്തിന്റെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളും ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിലായാലും അവിടെ ദൈവസന്നിധിയിലാണെന്നുള്ള ബോധത്തോടെ ഇരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കണം. ഈ തിരുവചനം എൻ്റെ കർത്താവിൻ്റെതാണ്, ഞങ്ങളും കർത്താവിൻ്റെ വകയാണല്ലോ. എൻ്റെ കർത്താവെ, ഈ വചനത്താൽ ഞങ്ങൾ ബലപ്പെട്ട് മടങ്ങുവാൻ ദൈവം സഹായിക്കും. ഈ വചനങ്ങൾ ഗൗരവത്തോടെ ഏറ്റെടുക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തില് അതനുസരിക്കുവാൻ, സ്വീകരിക്കുവാൻ, ഫലം കാണുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തില് കർത്താവായ യേശു ക്രിസ്തു തന്റെ വരവിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് 13-ാം അധ്യായം. ആ വരവിനായി ഒരുങ്ങേണ്ടതിന്റെ പ്രാധാന്യം എടുത്ത് പറയുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. അതിന്റെ അർത്ഥം, ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് എങ്കിൽ കൂടി അത് ശിഷ്യന്മാരോട് മാത്രമല്ല, എല്ലാവരോടും. അതിനർത്ഥം കർത്താവ് സ്നേഹിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും തൻ്റെ ഭക്തന്മാരും അല്ലാത്തവരും സകലരോടും പറയുന്ന
യേശുവിന്റെ ഒരു വാക്കാണ്, ഒരൊറ്റ വാക്കാണ്, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ എന്ന് പറയുമ്പോൾ ഉണർവിന്റെ അല്ലെങ്കിൽ ഉണരുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവത്തിൽ നിന്നും ഉള്ളൊരു മാറ്റമാണ്. ഇതിന്റെ ഒരു വിപരീത പദം നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ വിപരീതമാണ് ഉണരുക. അപ്പൊ നാം ഉണരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാനല്ല, കർത്താവാണത് പറയുന്നത്, ഇത് കേൾക്കുന്നവർ ഒരു പക്ഷേ ഉറക്കത്തിലായിരുന്നിരിക്കാം. കർത്താവ് ഇത് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഗത്സമനയിൽ പോയി പ്രാർത്ഥിക്കുന്നതും തൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോർ ഗ്രൂപ്പിനെ കൊണ്ടാണ് ഗത്സമനയിലേക്ക് പോയത്. നമുക്കറിയാം, കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്പസമയം എന്നോട് കൂടി ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? എന്ത് വേദനാജനകമായിട്ടുള്ളൊരു വാക്കായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ട്. എത്രത്തോളം വേദനയായിരിക്കും. യേശുക്രിസ്തുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എക്സ്ട്രീം സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള സമയം, തന്റെ ശരീരത്തിന്റെ അവസ്ഥ, മനസ്സിന്റെ അവസ്ഥ എല്ലാം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യന്മാർക്ക് തന്റെ പ്രയാസം ആ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും തന്നോട് കൂടെ ആ കൂട്ടായ്മ കാണിക്കുവാനോ കഴിയാതിരുന്നപ്പോൾ കർത്താവ് വഴക്ക് പറയുന്നതായിട്ട് അവിടെ കാണുന്നില്ല. അവർക്ക് കർത്താവിനോട് കൂടി ഉണർന്നിരിക്കുവാൻ സാധിക്കാത്തതിനൊരു വേദന പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മളും പലപ്പോഴും പല പല തിരക്കുകളിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവില് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്താണ് നാം അറിയാതെ ഉറങ്ങിപ്പോകാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഉറങ്ങണമെന്നുള്ള ആഗ്രഹിച്ചായിരിക്കത്തില്ല നാം പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എങ്കിൽ കൂടെ നാം ഉറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാം. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ, ആവശ്യത്തിന്റെ ഗൗരവത്തെക്കാൾ, അതിനോടുള്ള നമ്മുടെ താല്പര്യത്തെക്കാൾ ബലഹീനമായ ഒരു ശരീരവുമായിട്ടും മനസ്സുമായിട്ടായിരിക്കും നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നത് തെറ്റല്ല. എല്ലാ സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ നാം ഉണർന്നിരിക്കുവാൻ കർത്താവ് ഇവിടെ പറയുകയാണ്. ഈ 37-ാം വാക്യം വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ 32 മുതൽ ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ വായിക്കാം. 31 മുതൽ. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽക്കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായ കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. 31-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അത് കഴിഞ്ഞിട്ടാണ് കർത്താവിന്റെ വചനങ്ങൾ തുടർന്ന് പറയുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതിന്റെ
അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഏതായാലും കർത്താവിന്റെ വരവിന്റെ സമയം, തന്റെ പ്രത്യക്ഷയുടെ സമയം നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ കാലഘട്ടങ്ങളെ കുറിച്ച് അറിവുള്ളവരാണ്, പഠിക്കുന്നവരാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, ലോകത്തിന്റെ രാജ്യങ്ങളെ ഘടന, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. എന്തായാലും ഓരോ കാര്യം ഉറപ്പാണ്, അന്ത്യകാലത്തിന്റെ അന്ത്യസമയങ്ങളിലേക്ക് നമ്മൾ അടുത്തു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ശിഷ്യന്മാരാണെങ്കിലും ആദ്യ നാളുകൾ വിചാരിച്ചിരുന്നത് അവരുടെ തലമുറയിൽ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാകും എന്ന് തന്നെ ആയിരുന്നു. ഇപ്പോൾ നമുക്കത് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ഇവിടെ പറയുകയാണ്, എപ്പോൾ എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. 32 അവസാനമാണ് ഞാൻ വായിച്ചത്. സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരാൾ സൂക്ഷിക്കണമെങ്കിൽ, അതാണ് അവിടെ അടുത്ത് വായിക്കുന്നത്, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. നമ്മള് 37 വാക്യത്തിൽ വായിച്ചത് ഉണർന്നിരിപ്പീൻ. ഉണർന്നിരുന്നാലേ പ്രാർത്ഥിക്കാനും കഴിയത്തുള്ളൂ. എന്നാൽ നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഭകളിലോ നമ്മൾ വ്യക്തിപരമായി നോക്കിയാൽ പലപ്പോഴും ഒരു ഉറക്കത്തിന്റെ അവസ്ഥ കാണാൻ കഴിയും. ഉണർന്നിരിക്കുന്ന സാഹചര്യം, ഉറക്കത്തിൽ തന്നെ നമ്മൾ ആരാധിക്കുന്നവരുണ്ടാകാം, ഈവൻ സ്നാനപ്പെടുന്നവർ കാണാം, അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ നടക്കുന്നവർ നമ്മുടെ സഭയിൽ തന്നെ കാണാം. നമുക്ക് വ്യക്തിപരമായിട്ട് പലരെയും നമുക്ക് അറിയാനും കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രലായി പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ വന്നാൽ, ശീതോഷ്ണവാനായാൽ ദൈവം അവിടെ പറയുന്നത് ഉമിണ്ണ് കളയുമെന്ന, ഛർദ്ദിച്ച് കളയുമെന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വീകാര്യമല്ല. കർത്താവ് വരുമ്പോൾ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് എന്ന് വ്യക്തമായിട്ട് പറയാണ്. 36 വാക്യം നമ്മൾ പറഞ്ഞത്, അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. വിജിലന്റ് ആയിരിക്കാൻ, സൂക്ഷിച്ചുകൊള്ളുവാൻ. ഈ വാക്കുകളെല്ലാം മുന്നറിയിപ്പിന്റെ വാക്കുകളാണ്. നമുക്കറിയാം, ഒരു സെക്യൂരിറ്റി നമ്മുടെ സ്ഥാപനത്തിലെയോ അല്ല ഒരു ATM കൗണ്ടറിലെയോ ഒക്കെ ആയിക്കോട്ടെ, ഒരു സെക്യൂരിറ്റി വെളിയിലുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി വെറുതെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിയോഗിച്ച ആള് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങിയാൽ വഴക്ക് പറയും എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനേക്കാൾ ഉപരി തന്റെ ജോലിയിലെ അവിശ്വസ്തതയെ കാണിക്കുന്നത്. താൻ ഉറങ്ങിയാൽ അവിടെ ധാരാളം അനർത്ഥങ്ങൾ സംഭവിക്കാം. സംഭവിച്ചില്ല എന്ന് കരുതി ഉറക്കത്തെ ന്യായീകരിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. താൻ ശാരീരികമായി ബലഹീനമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, കഠിനമായ തണുപ്പും ഇവിടെ ഉണർന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഉറങ്ങിപ്പോയതാണെന്നുള്ള എല്ലാ മുടന്തൻ ന്യായങ്ങളും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ തന്നെ ജോലിക്കാക്കി വെച്ച ആളുടെ മുമ്പിൽ വില പോവുകയില്ല. ഒരു ഉത്തരവാദിത്തമാണ് ദൈവം അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഏൽപ്പിക്കാനാണ്. ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം, ഇത് നമുക്കറിയാം, നമ്മളെ രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, വിശുദ്ധ വംശമാണ്. ഇവർക്കെല്ലാം അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ദൈവം നമുക്കൊരു ഗ്രേറ്റ് കമ്മീഷനാണ് തന്നുപോയിരിക്കുന്നത്. ഇവിടെ ഒന്നും അലസതയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. ഉറങ്ങുന്നവരെ ദൈവം ഒരു സ്ഥലത്തും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. നമുക്കറിയാം, ഉറക്കത്തിൽ പോലും ജാഗ്രതയുണ്ടായിരുന്ന ഒരു കുഞ്ഞു പൈതലിനെ കുറിച്ച് നമുക്കറിയാം. ശമൂവേൽ ബാലനെ വിളിച്ചപ്പോൾ ഉറക്കത്തിൽ പോലും താൻ തിരിച്ചറിയുകയാണ്. എന്നാൽ അത് ദൈവശബ്ദമാണെന്ന് ഏലി പറഞ്ഞു കൊടുത്തപ്പോഴാണ് താൻ മനസ്സിലാക്കി അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തിൽ പോലും ദൈവവുമായിട്ടുള്ള ശബ്ദം തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിൽ താൻ എത്രത്തോളം വിജിലന്റ് ആയി. അപ്പൊ നാം കേവലം ഉറങ്ങുന്നവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് വരുമ്പോൾ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിനെന്ന് ഇവിടെ എടുത്തു പറയുകയാണ്. നിങ്ങൾ ഉണർന്നിരിക്കണം. നമുക്കറിയാം, ഉണർവ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു പ്രസംഗമല്ല
ചിന്തയല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഉണർവെന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരാധന ഒരു നല്ല രീതിയിൽ പാട്ട് പാടി ആരാധിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇന്ന് നല്ല ശക്തമായി ഉണർവായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ വെളിച്ചത്തില് ഞാൻ വേറെ ആരെയും അത് കടമെടുത്ത് പറയുകയില്ല. എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ആരാധനയ്ക്ക് ശേഷം ചില വ്യക്തികൾ വന്ന് അവരുടെ കമന്റ്സ് പറയാറുണ്ട്, ഇന്ന് വളരെ നല്ല ആരാധനയായിരുന്നു, നന്നായിട്ടും ദൈവത്തെ സ്തുതിക്കാൻ ആരാധിക്കാനും പറ്റി. അപ്പൊ അങ്ങനെ പറഞ്ഞവരെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ആ പറഞ്ഞ ആഴ്ചകളിലെ ഉള്ള ഗാനങ്ങളും ഒക്കെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, വളരെ ശക്തമായിട്ട് സ്പീഡിൽ കൈയടിച്ച് പാട്ട് പാടുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ അതിൽ നിങ്ങൾ വിഷമിക്കരുത്. ഉണർവായി, ആരാധന അനുഗ്രഹമായി, ഇന്ന് നല്ല ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമോ അതിനു മുമ്പോ അവരുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുവാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിചിന്തനം ചെയ്യുവാനോ ഞാൻ ആളല്ല. കാരണം ദൈവമാണ് എല്ലാവരെയും ന്യായം വിധിക്കുന്നത്. അവർ പറഞ്ഞതിനകത്തുനിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഒരു ദൈവ സാന്നിധ്യബോധ ഉണർവ്, അല്ലെങ്കിൽ ഞാൻ ഉണർന്നിരുന്നത് ഉണർവെന്ന് പറയുന്ന ഒരു അനുഭവം ശക്തമായി കൈയടിച്ച് പാട്ട് പാടിയിട്ട് അതിന്റെ എക്സ്ട്രീം ലെവലിൽ വന്നിട്ട് 2-3 അന്യഭാഷകളും പറഞ്ഞ് പെട്ടെന്ന്, അല്ലെങ്കിൽ എന്റെ കീബോർഡിന്റെ സിസ്റ്റം നിൽക്കുകയും ലീഡ് ചെയ്യുന്നവർ സംസാരം നിർത്തുകയും ചെയ്യുമ്പോഴത്തേനും ആരാധന ആ പാട്ട് അവിടെ നിന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്ന് മിക്കവാറും ഉള്ള സഭകളിലൊക്കെ കണ്ടുവരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. എന്നാൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമ്മൾ ഇടയായ കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് കൂടെയുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞത്? ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയാറുണ്ട്, അല്ലെ? അമാവാസിയിലും അല്ലെ പൗർണമിയിലും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കും. വീണ്ടും സങ്കീർത്തനക്കാരൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും, അനർത്ഥകാലത്തും സന്തോഷകാലത്തും എല്ലാം. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചില മൊമെന്റ്സിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസിക തലത്തിൽ നമ്മൾ തൃപ്തി അടയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത് ആണ് യഥാർത്ഥത്തിലുള്ള ഉണർവ് എന്ന് ചിന്തിച്ചു പോകുന്നത് മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവ സാന്നിധ്യം കർത്താവ് ഇവിടെ പറയുകയാണ്, കർത്താവ് വരുമ്പോൾ ഉറങ്ങുന്നവരായി കാണാതെ. അങ്ങനെ കണ്ടെത്താതിരിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കണമെങ്കിൽ അതിന് ആരാണോ അങ്ങനെ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാം എന്തുകൊണ്ട് ഉണർന്നിരിക്കും? എനിക്ക് ഇത്തിരി നേരത്തെ ഉറക്കം വരുന്ന ഒരാളാണ്. 9:30 അല്ലെ 10 മണിക്ക് ശേഷം എനിക്ക് സാധാരണഗതിയിൽ ഉണർന്നിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ അല്പം നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമാണ്. 3:30-ക്കും 4:30-ക്കും എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണ ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലവും കൂടി ആയിക്കഴിഞ്ഞു. എന്നാൽ ഉണർന്നിരിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. ആ സാഹചര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയാൽ, ചിലപ്പോൾ യാത്രാ മധ്യേ 11 മണിക്കോ 12 മണിക്കോ വീട്ടിലെത്താൻ വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ വീണ്ടും നമ്മൾ വാഹനം ഓടിച്ച് ഉറങ്ങാതെ തന്നെ വരും. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കും, ഉറങ്ങിപ്പോകാതെ ഒരു എഫർട്ട് ഞാൻ എടുക്കും. ഒന്നുകിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി, ഇടയ്ക്കൊരു കട്ടൻ കാപ്പി കട്ടൻ ചായ കുടിച്ച് ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫ്രഷായി എന്ന് പറയുമ്പോൾ ഒരു എഫർട്ട്. ഉറങ്ങാതിരിക്കാൻ ഒരു എഫർട്ട്, ഉണർന്നിരിക്കാൻ ഒരു എഫർട്ട് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എടുക്കാം. എന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിലാണെങ്കിലോ, എന്റെ അടുത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലോ ICUലാണെങ്കിൽ വെളിയില് കാത്തിരിക്കേണ്ടി വന്നാലും ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം ഞാൻ എന്തോ ഗൗരവമായ ഒരു കാര്യത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു.
ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഉണർന്നിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയത് ഒരു എഫർട്ട്. അത് നമ്മുടെ ഡെസ്റ്റിനി അടുത്തു വേഗം അവിടെ ചെല്ലാം എന്നുള്ളത് കൊണ്ട് ഇനി ഉറങ്ങണ്ട, ചെന്നിട്ടുറങ്ങാമെന്നുള്ള ഒരു വിഷയം. രണ്ട്, വളരെ അത്യാവശ്യമായ ഗൗരവമായ കാര്യം ഉള്ളത് കൊണ്ട് ഉറങ്ങിയാൽ പറ്റില്ല. ആ എന്ത് കാര്യത്തിനാണ് ഞാൻ ഗൗരവം കൊടുക്കുന്നത്, ആ ഗൗരവത്തിന് വേണ്ടി ഞാൻ ഉണർന്നിരിക്കും. ദൈവമക്കളെ, ഇത് ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളൊരു പഠനത്തിലേക്ക് നമ്മൾ മാറ്റിയാൽ, നാം ആത്മാവിൽ അല്ലെങ്കിൽ ആത്മീകമായി നാം ഉറങ്ങുന്നവരാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. കാരണം കർത്താവിന്റെ വരവ് അടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിലുള്ള എൻ്റെ ഒരുക്കം, എൻ്റെ ഉണർവ് എത്രത്തോളം ഗൗരവമായിരിക്കും. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഗൾഫിലുള്ള ഭർത്താവ് വരുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഭാര്യ ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആ തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ടവൻ വരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണങ്ങളെ വീടും വരെ ഒന്ന് വൃത്തിയാക്കിയിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഇത് കൂടാതെ ഇതെന്താണെങ്കിലും സ്വാഭാവികമായിട്ട് എല്ലാവരും സ്നേഹമുള്ളവർ ചെയ്യും. എന്നാൽ ഈ പ്രിയ ഭർത്താവിന്റെ വരവിന് വേണ്ടി ഒരാഴ്ചത്തെ ഒരു ജീവിത വിശുദ്ധി അല്ല സ്നേഹിക്കുന്ന ഒരു ഭാര്യയിലുണ്ടാകും. ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും താൻ ഗൾഫിലായിരുന്നാലും ആ പ്രിയപ്പെട്ടവൾ തന്റെ ജീവിതത്തെ വളരെ വിശുദ്ധിയായി സൂക്ഷിക്കും. ഒരാഴ്ചയുള്ള വിശുദ്ധി ആയിരിക്കത്തില്ല. പ്രിയപ്പെട്ടവൻ വരുന്നുണ്ട്, 1 മാസം ഇവിടെ കാണും, ആ സമയം ഞാൻ ആ പ്രിയപ്പെട്ടവന്റെ കൂടെ നല്ല അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ഉണ്ടായതെങ്കിൽ അത് അവിശ്വസ്തയായിട്ടുള്ള ഭാര്യയാണ്. വിശ്വസ്തയായ ഭാര്യ ആയിരുന്നു എങ്കിൽ ഗൾഫിലായിരുന്ന സമയവും തൻ്റെ വരവിന്റെ സമയവും താൻ വീട്ടിൽ വരുമ്പോഴും നാട്ടിൽ ചെലവഴിക്കുന്ന സമയവും എല്ലാം ഒരുപോലെ തൻ്റെ പ്രിയനുള്ളവനായി വിശുദ്ധിയായി വേർതിരിക്കും. അവിടെ ഒരു കപടതയില്ല. ആ ഒരു ഉണർവ്, ആ ഒരു ഒരുക്കം, അതാണ് ആദ്യത്തെ. രണ്ടാമത്, നമ്മൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ഒരു ചിന്ത, ആത്മീയ വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചിന്ത, യേശുവിനോട് കൂടെയുള്ളതിന് 1ാം സ്ഥാനം കൊടുക്കുന്നത്, കർത്താവിനോട് കൂടെയുള്ള സന്തോഷത്തിനാണ് പ്രഥമ സ്ഥാനം എന്ന ചിന്തയുണ്ടെങ്കിൽ മറ്റെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. ഈ സമയത്ത് 7 മണിയുടെ സമയം മിക്കവാറും വീടുകളിലൊന്നും സന്ദർശനം മുന്നറിയിപ്പില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കും പ്രയാസം. കാരണം സീരിയലിന്റെ, സിനിമയുടെ, മറ്റു കാര്യങ്ങളുടെ ഒക്കെ സമയമാണ്. ധാരാളം വിശ്വാസ ഭവനങ്ങളിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയും. കർത്താവിനോടുള്ള സ്നേഹം അവിടെ നമുക്ക് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്താണേലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷത്തെക്കാൾ ഉപരിയുള്ള താൽക്കാലിക സന്തോഷങ്ങളിൽ ചിലവഴിച്ച് പോകുമ്പോൾ ഗൗരവമായ ദൈവ സാന്നിധ്യ ബോധം അത് അലസതയായി കണ്ട്, ഗൗരവമില്ലാതെ കണ്ട് അതിനെ ഉറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റി. അവിടെ അവർ ഉണർന്നിരിക്കുന്നത് ലോകത്തിന്റെ കാര്യത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ചവർ. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പണ്ട് കല്ലിലാണ് കർത്താവ് കൽപ്പന കൊടുത്തത്, ന്യായപ്രമാണം കല്ലിലാണ് എഴുതിയത്. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എഴുതിയ ആ ദൈവ വചനം, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിന്, ആ ദൈവം ആഗ്രഹിക്കുന്നത് ആ ഹൃദയമിരിക്കുന്ന എൻ്റെ ശരീരം കൊടുക്കുന്നില്ലെങ്കിൽ, ആ ശരീരം അതിനുവേണ്ടി ഉണർവോടെ ആയിരിക്കുന്നില്ല എങ്കിൽ, അവിടെയാണ് കർത്താവ് നോക്കുമ്പോൾ ഉറങ്ങാത്തവരായി കാണുന്നത്. കർത്താവിന്റെ വരവിൽ ഉണർന്നിരിക്കുവാൻ
ദൈവം ഇവിടെ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം കൂടെ കൂടെ ഉണർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുള്ള ചില ഭാഗങ്ങൾ ഒന്ന് നമുക്ക് വായിക്കാം. ഒന്ന്, ഹഗ്ഗായിയുടെ പ്രവചനം, അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യം ഒരാൾ വായിക്കാമോ? ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 14-ാം വാക്യം. യഹോവ യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യെഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. ആമേൻ. കണ്ടോ? ദൈവം തന്നെ മനസ്സ് ഉണർത്തുകയാണ്. ദൈവം തന്നെ മനസ്സുണർത്തും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തില് ആവശ്യം ഒരു മനസ്സ് വേണം, അല്ലെ? നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സില്ല എന്നൊരു ഉത്തരം പറയാറുണ്ട്. എനിക്ക് മനസ്സില്ല, എനിക്ക് ചെയ്യാൻ മനസ്സില്ല, അല്ല വരാൻ മനസ്സില്ല, പോകാൻ മനസ്സില്ല, ചെയ്യാൻ മനസ്സില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നത് എനിക്കില്ല എന്നുള്ളതല്ല, അത് ചെയ്യുവാനുള്ള താല്പര്യം എനിക്കില്ല. എന്നാൽ മനസ്സ് ഉണർത്തുവാൻ നമ്മുടെ ദൈവം തന്നെ വന്നിരിക്കുക. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സ് എങ്ങോട്ട് ഉയർത്തണമെന്ന് ദൈവം പറയുന്നു, അല്ലെ? നമ്മുടെ മനസ്സിനെ ഉണർത്തുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കും. ഇവിടെ നമ്മൾ പറയുന്ന തിരുബാബേലിന്റെ കാര്യത്തിന് ആ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, ദൈവത്തിന്റെ ആലയം പണിയാൻ, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമ്മുടെ മനസ്സ് ഉണർത്തുന്ന ഒരു ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോട് ഏകാഗ്രമായിട്ട് നമ്മൾ പറയുന്നത് എന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. എന്റെ മനസ്സിൽ എന്താണെന്ന് എന്റെ ഭാര്യയ്ക്ക് അറിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നന്നായി മനസ്സിലാക്കിയ ഭാര്യ, എന്റെ ഭാര്യയുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ ഭാര്യയെ ഞാൻ നന്നായിട്ട് അറിഞ്ഞ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഈ ഒരു ബന്ധം എന്റെ കർത്താവുമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ, അല്ലെ, നമുക്ക് ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, തന്റെ മനസ്സറിഞ്ഞ ദൈവം. യോഹന്നാനെ കുറിച്ച് പറഞ്ഞല്ലേ, കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന മനുഷ്യൻ. അപ്പോൾ ചിന്തിക്കുന്നതറിയാം. അപ്പോൾ ആ മനസ്സ് ഉണർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമ്മളത് വായിക്കും. ഹല്ലേലൂയ. പിന്നെ നമുക്ക് സെഖര്യാ പ്രവചനത്തിന്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. സെഖര്യാ പ്രവചനത്തിന്റെ 4-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യം 1-ാം വാക്യം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. മതി. താങ്ക് യു. ദൈവത്തിന്റെ ദൂതൻ, നമുക്കറിയാമല്ലോ ദൈവമക്കളെ, നമ്മൾ ആരും ചെറിയ ആൾക്കാരല്ല. പിണറായിക്ക് എത്ര എസ്കൗട്ട് ഉണ്ടെന്ന് അറിയാമോ? ഇവിടെ പ്രധാനമന്ത്രിക്ക് എത്രയോ എസ്കോട്ട് ഉണ്ട്. എത്ര പേരുടെ കാവലുണ്ടായിട്ടും ട്രംപിന്റെ ചെവിക്ക് വെടിയേറ്റു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അല്ലെ? ദൈവമക്കളെ, നമ്മുടെ പദവി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് ദൈവ സേവകാത്മാക്കളെ തന്നിരിക്കുകയാണ്. നാം ദൈവ പൈതലായി കഴിയുമ്പോൾ എന്നെ സേവിക്കാൻ, ഞാൻ വീഴാതിരിക്കാൻ, എന്നെ കൈപിടിച്ച് നടത്താൻ ദൈവത്തിന്റെ ദൂതന്മാര് നമുക്കുണ്ട്. കർത്താവിന്റെ സ്നേഹത്താൽ നാം വീണു പോയാലും നിലംപരിചാകാതെ വണ്ണം നമ്മളെ താങ്ങാനിരിക്കുന്ന ദൈവദൂതൻ ഇവിടെ പറയാ, പിന്നെയും വന്ന ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണേ, അവിടെ ചെല്ലണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ നിന്നും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പിന്നെയും സെഖര്യാവിനെ ഉണർത്തി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ അന്ന് നടന്ന സംഭവമാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചു പോകും.
പുതിയ നിയമം പലതും പഴയ നിയമം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് അറിയാമല്ലോ, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. എന്നാൽ നമുക്ക് ആ പുതിയ നിയമത്തിന്റെ ഒരു ഭാഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 12-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. താങ്ക് യു. ഇവിടെ ഒരു വ്യത്യസ്തമായ കാര്യം പറയാനുണ്ട്. പത്രോസ് ഉറങ്ങിപ്പോയത് അതൊരു നിരാശയുടെ ഭാഗമല്ല കേട്ടോ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പത്രോസ് വളരെ ശാന്തനായിട്ട് ദൈവസന്നിധിയിൽ തന്നെ അവിടെ ഉറങ്ങിയതാണ്. എന്നാൽ ഉണർത്തി എന്നുള്ള വിഷയം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്. ഉറങ്ങിയാൽ ഉണർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇവിടെ പറയണം, അവന്റെ വിലാപ്പുറത്ത് തട്ടി, അല്ലെ, നമ്മുടെ ശരീരത്തെ സ്പർശിച്ചിട്ട്. അപ്പോൾ ആ ദൈവത്തിന്റെ ദൂതനും ദൈവവും അല്ലെങ്കിൽ ഈ പത്രോസുമായിട്ട് എന്ത് അകലമുണ്ട്, അല്ലെ? തന്റെ കരസ്പർശം അവിടെ ഏറ്റു. പത്രോസിനെ തട്ടിയിട്ട്, അല്ലെ? ഓ ഹല്ലേലൂയ. ഉടനെ സംഭവിച്ചത് നമുക്കറിയാം. ഉണർന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ. ഇന്നും നമ്മളെ ഉണർത്തുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നാം ഉറങ്ങിപ്പോയി എന്ന് കരുതി നമ്മള് ദുഃഖിക്കണ്ട. നമ്മളെ ഉണർത്തുവാൻ കർത്താവുണ്ട്. എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അലസതയുള്ളവരാകാതെ നമ്മൾ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് മറ്റു അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു സംഭവം കൂടെ നമുക്ക് വായിക്കാം. 20-ാം അധ്യായം 29, 30, 31 വാക്യം. 20-ാം അധ്യായം 29, 30, 31 വാക്യം. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. താങ്ക് യു. ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ 27-ാം വാക്യം ഒന്ന് വായിക്കുകയാണെ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ എന്ന് വിശുദ്ധ പൗലോസ്, വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത്, അതിന്റെ 18, 19 വാക്യങ്ങൾ മുതൽ നമ്മൾ വായിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു ആത്മീയ ബലം നൽകുന്ന വാക്യങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെ പറയാണ്, 29-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ദൈവം തന്റെ ആലോചന എല്ലാം പറയുക, ഒന്നും മറച്ചു വെക്കാതെ പറയാ. എന്നിട്ട് പ്രാരംഭം പറയാണ്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആട്ടിൻകൂട്ടം മുഴുവനെയും അധ്യക്ഷാക്കി വെച്ചോട് പറയാ. ഞാൻ പോയ ശേഷം, പൗലോസിന് പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ കാലത്ത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു വാക്യമാണ്. നമുക്കറിയാം, നാം വിശ്വസിക്കുന്ന നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിൽ തന്നെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്ത വേദികളിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ. ഹല്ലേലൂയ. ദുരുപദേശം, വിപരീതോപദേശം, ദൈവപ്രവൃത്തി അല്ലാത്ത സാത്താന്യ പ്രവൃത്തി ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ വന്ന് നടക്കുമ്പോൾ, ഹല്ലേലൂയ, തിരിച്ചറിയണമെങ്കിൽ ഉറങ്ങുന്നവർക്ക് സാധ്യമല്ല, ഉണർന്നിരിക്കണം. ഇന്നിവിടെ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം, ഉണർന്നിരിപ്പീൻ. ഉറങ്ങിപ്പോയാൽ പിശാചിന് നമ്മളെ എവിടെ വേണേലും കൊണ്ടുപോകാൻ ആദ്യം നമുക്കറിയാം. നമുക്കൊന്ന് എതിർത്ത് നിൽക്കണമെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പറ്റത്തില്ല. കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
ഉറങ്ങുന്നവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും. ഉറങ്ങുന്നവരെയൊക്കെ പൊക്കി എടുത്തോണ്ടങ്ങ് പോകും, അല്ലെ? അതുകൊണ്ടാണ് പലവരും വന്ന് ഇങ്ങനെയുള്ളവരെയൊക്കെ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയിൽ അല്പം കൂടെ സ്പ്രേ ഒക്കെ അടിച്ച് മയക്കിയിട്ട് കൊണ്ടുപോകും. എതിർത്ത് നിൽക്കണമെങ്കിൽ നാം ഉണർന്നിരിക്കണം. തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. നാം എവിടെയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. നമ്മളെ എങ്ങോട്ടാണ് മിസ്ലീഡ് ചെയ്ത് പിശാച് കൊണ്ടുപോകുന്നെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. അപ്പോൾ ഉണർന്നിരുന്നാലേ വിപരീതോപദേശം പ്രസംഗിക്കുന്ന സാത്താനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ സൂക്ഷിച്ചു കൊള്ളുവാൻ പറയാ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഓർപ്പിക്കാൻ, നിങ്ങൾ ഉണർന്നിരിക്കണം. അലസത പാടില്ല, മടി പാടില്ല, ഉണർന്നിരിക്കണം. വിജിലന്റ് ആയിരിക്കണം നമ്മൾ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ചിന്തകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. താങ്ക് യു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പത്രോസിന്റെ ലേഖനം നമുക്കറിയാം. എത്ര ഗൗരവമാ. കഷ്ടതയിൽ കൂടെ കടന്നുപോയ ജനത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ആശ്വാസ വചനങ്ങളും പ്രത്യാശ നൽകുന്ന വചനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പത്രോസിന്റെ ലേഖനത്തിൽ അവരെ ഓർപ്പിക്കുകയാണ്. വളരെ ഓർപ്പിക്കുക. ഉണർന്നിരിപ്പിൻ. എന്തിനുണർന്നിരിക്കണം? പിശാച് വന്ന്, നമുക്കറിയാം, ദുരുപദേശം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കാൻ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ 2 ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ 14 ലേഖനങ്ങളോളം എഴുതിയെന്ന് വിശ്വസിക്കുന്ന വിശുദ്ധ പൗലോസ് താൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണം. വളരെ ഗൗരവത്തോടെ കർത്താവിന്റെ പ്രിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വിശുദ്ധ പത്രോസ്, താൻ പാറയെന്ന് ഉറച്ച അടിസ്ഥാനത്തിന്മേൽ പണിതിട്ട് വിശുദ്ധ പത്രോസ് ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്, ഉണർന്നിരിക്കണം. എന്തിന്? നമുക്കൊരു പ്രതിയോഗിയുണ്ട്. എന്റെ സ്ഥലത്തിനകത്ത് കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യുന്ന പ്രതിയോഗിയല്ല, എന്റെ ജോലി സാധ്യത കളയുന്ന പ്രതിയോഗിയല്ല, എന്റെ നന്മയെ മുടക്കുന്ന പ്രതിയോഗിയല്ല ഇവിടെ പറയുന്നത്. വിശ്വാസ ജീവിതത്തെ നിത്യതയിൽ എത്തിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രതിയോഗിയെ തിരിച്ചറിഞ്ഞ് ആ പ്രതിയോഗിയോട് അവൻ എങ്ങനെ ഇവിടെ പറയുന്നത്, ആരെ വിഴുങ്ങേണ്ടു? അവനൊരു ലക്ഷ്യമുള്ളൂ. പിശാച് ഒരിക്കലും ഉറങ്ങുന്നതായിട്ട് ഒരു വചനവും നമ്മൾ കാണുന്നില്ല. പിശാച് അലസനല്ല. അവനറിയാം അവന്റെ സമയം അവസാനിച്ചു, അന്ത്യം അടുത്തു. എത്രയും വേഗം എന്നുള്ള രീതിയിൽ അവന് വളരെ ആക്രാന്തത്തോട് ഓടി നടക്കുക. ആയുധമില്ലാഞ്ഞിട്ട് നമുക്കറിയാം ആരെ വിഴുങ്ങുന്നു അറിയാം. ഏതെങ്കിലും ഒരു സിംഹം വിഴുങ്ങുന്നതായിട്ട് നമുക്കറിയത്തില്ലല്ലോ. പല്ലും നഖവും ഇല്ലാത്ത പിശാച് വിഴുങ്ങുന്നുണ്ടെങ്കിൽ അവൻ ആയുധമില്ല. എന്നാൽ ദൈവത്തിന്റെ സർവായുധമുള്ള നാം ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നാലേ ഈ ആയുധവർഗം ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. എന്റെ അരയിൽ വാളുണ്ട്, കയ്യിൽ പരിചയമുണ്ട്, പക്ഷേ ഉറങ്ങിയാൽ എന്ത് പ്രയോജനം? എന്നെ ഉപദ്രവിക്കുവാൻ പ്രതിയോഗിക്ക് കഴിയും. ഉണർന്നിരുന്നാൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരോട് ഇന്ന് ദൈവം ഓർപ്പിക്കുക, ഉണർന്നിരിക്കാൻ. മനസ്സുണർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഉറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുമുണ്ടാകാം. എന്റെ ദൃഷ്ടി മറ്റു മായാ വലയങ്ങളിൽ അകപ്പെട്ട് ഈ ലോകത്തിന്റെ സന്തോഷത്തിനകത്തോ സുഖങ്ങളിലോ കുളച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. എന്നാൽ ദൈവം നമ്മളെ അവിടെ നിന്നും വിളിച്ചു വേർതിരിച്ചിരിക്കുക. നമുക്കറിയാം, ലോകത്തിന് 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് സാമാന്യ ജനമാണ്, മറ്റേത് അസാധാരണമായ വിശുദ്ധ ജനമാണ്. സാമാന്യ ജനത്തിനകത്തുള്ളവരല്ല നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ആ കൂട്ടത്തെ നിത്യതയിൽ എത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്തിക്കാമെന്ന് ഉറപ്പ് തന്ന ദൈവം നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അലസൻ വേണ്ട, ഉറങ്ങുന്നവൻ വേണ്ട കർത്താവിന്. കർത്താവിന്റെ പിന്നാലെ വരുന്നവൻ നാൾ തോറും ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കണം എന്ന് പറയുന്നത്. ഒരു ദിവസം അവധിയില്ല. ഞായറാഴ്ച ക്രിസ്ത്യാനി അല്ലവൻ,
ബാക്കി 6 ദിവസവും അവന്റെ ഇഷ്ടത്തിൽ നടക്കാൻ വ്യവസ്ഥയില്ല. നാൾ തോറും ക്രൂശെടുക്കുമ്പോൾ ശബ്ബത്ത് നാൾ ഉൾപ്പെടെ എല്ലാ ദിവസവും നിത്യവും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ ഉറങ്ങുന്നവന് ഒരു ദിവസം വിശ്രമിക്കാൻ പറ്റില്ല. നിത്യതയോ എത്തുവാൻ നിത്യവും നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ദൈവമക്കളെ, ഉണർന്നിരിക്കുക. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മനസ്സുണർത്തി ദൈവം ദൂതൻ വന്ന് നമ്മളെ തൊട്ടുണർത്തുക. കർത്താവിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മുടെ ബലഹീനത കർത്താവിന് അറിയാം. എന്നാൽ ബലഹീനതയിൽ ശക്തീകരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പ്രാരംഭമായി വായിച്ച വാക്യം നമ്മൾ വായിച്ച് ഞാൻ നിർത്തട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നതോ, എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം.